ഹായ് ഫ്രണ്ട്സ്, ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. 2024-25 അധ്യയന വർഷത്തെ SSLC, THSLC, +2, VHSC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയവർക്ക് 10,000 രൂപ ലഭിക്കുന്നതാണ്. ബിരുദ തലത്തിൽ 80% മാർക്കോടെ പാസ്സായവർക്ക് 15,000 രൂപയും ബിരുദാനന്തര തലത്തിൽ 75% മാർക്കോടെ പാസ്സായവർക്ക് 15,000 രൂപയും ലഭിക്കും. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കാണ് ഇതിന് അപേക്ഷിക്കാൻ കഴിയുക. കേരളത്തിൽ പഠിക്കുന്ന സ്ഥിര താമസക്കാരായിരിക്കണം. വാർഷിക വരുമാനം 8 ലക്ഷം രൂപയിൽ കൂടരുത്. ഡിസംബർ 26 വരെ ഓൺലൈൻ വഴി അപേക്ഷിക്കാവുന്നതാണ്. ഇതിന് അപേക്ഷിക്കുന്നതിന് എന്തെല്ലാം ഡോക്യുമെന്റുകളാണ് വേണ്ടത്? ഫോട്ടോ ഒപ്പ്, SSLC സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡ് കോപ്പി, ബാങ്ക് പാസ്ബുക്ക്, ഫ്രണ്ട് പേജ് എന്നിവയാണ് ഇതിന് വേണ്ടത്. ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുമ്പോൾ ഫോട്ടോ ഒപ്പ്, SSLC സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡ് കോപ്പി എന്നിവ 100 KB സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. സൈറ്റ് അഡ്രസ്സ് scholarship.minorityWelfare.kerala.gov.in എന്ന വെബ്സൈറ്റ് നോക്കാവുന്നതാണ്. കൂടുതൽ അറിയുന്നതിന് ഈ നമ്പറുമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓൺലൈൻ വഴി അപേക്ഷിക്കുന്നത് എങ്ങനെ നോക്കാം. സൈറ്റ് ഇൻഫർമേഷൻ എന്നിവയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ക്ലിക്ക് ചെയ്യുക. ഇൻസ്ട്രക്ഷൻസ് ക്ലിക്ക് ചെയ്താൽ കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്നതാണ്. അപ്ലൈ ഓൺലൈൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ എടുക്കുക. ബോർഡ് സെലക്ട് ചെയ്യുക. 10th രജിസ്ട്രേഷൻ നമ്പർ എൻ്റർ ചെയ്യുക. പാസ്സായ ഇയർ കൊടുക്കുക. രജിസ്ട്രേഷൻ ID, ഇമെയിൽ, മൊബൈൽ എന്നിവയിൽ വരുന്നതായിരിക്കും. ഈ കാണുന്ന റെഡ് മാർക്കുള്ള എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ആപ്ലിക്കൻ്റെ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, സെക്സ്, നാഷണാലിറ്റി, ഇങ്ങനെ കാണുന്ന റെഡ് മാർക്കെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അഡ്രസ്സ് കൊടുക്കുക. അഡ്രസ്സ് കൊടുക്കുമ്പോൾ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല, കോമ അതുപോലെയുള്ളത്. നെയിം, അഡ്രസ്, ലൊക്കാലിറ്റി എന്നിവ കൊടുക്കുക. സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിൻകോഡ് കൊടുക്കുക. മൊബൈൽ നമ്പർ, ഇമെയിൽ ID കൊടുക്കുക. അഡ്രസ്സ് സെയിം ആണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ അഡ്രസ് ആ ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇൻസ്റ്റിറ്റ്യൂഷൻ ടൈപ്പ് സെലക്ട് ചെയ്യുക. ഈ കാണുന്നവയെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ബാങ്ക് ഡീറ്റെയിൽ കൊടുക്കുക. ബാങ്ക് അഡ്രസ്സ്, അക്കൗണ്ട് നമ്പർ എന്നിവ കൊടുക്കുക. ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. കൊടുത്ത പാസ്വേഡ് ഒരിക്കൽ കൂടി കൊടുക്കുക. ഐ എഗ്രി ആ ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക. കാണുന്ന ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് കൊടുക്കുക. അടുത്ത് വരുന്ന വിൻഡോയിൽ മറ്റു ഡീറ്റെയിലും ഫോട്ടോയും സിഗ്നേച്ചർ എന്നിവ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്തതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുകയും നേരത്തെ പഠിച്ച ഏത് സ്ഥാപനത്തിലാണോ ആ സ്ഥാപനത്തിലെ മേലധികാരികളെ നേരത്തെ പറഞ്ഞ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ ഏൽപ്പിക്കേണ്ടതുമാണ്. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.